Hey guys, welcome back to another new release. So this week MG ഒരു വണ്ടി ഫേസ് ലിഫ്റ്റഡ് വേർഷൻ റിലീസ് ചെയ്തു. And the car I'm talking about is the all new MG Hector. Okay, all new എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കാരണം there isn't much of a changes. ഇപ്പോൾ 2025 MG Hector ഫേസ് ലിഫ്റ്റഡ് വേർഷൻ റിലീസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഐ തോട്ട് ടാറ്റയിലും ഇപ്പോൾ ടൊയോട്ട അല്ലെങ്കിൽ ഈവൻ സുസൂക്കി വരെ ഇപ്പോൾ കുറേ വണ്ടികൾ ആ ഒരു ഇയർ ഗ്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്, കുറേ ഫീച്ചേഴ്സും കുറേ ഡിസൈൻസും ഇൻറ്റീരിയർ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്. ബട്ട് സ്റ്റിൽ MG ഓൾ ന്യൂ ഹെക്ടർ റിലീസ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ഇല്ലയെന്നില്ല. ഫ്രണ്ട് ഗ്രില്ല് അവരൊരു ഡിഫറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് ബമ്പർ, പിന്നെ അലോയിൽ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയുള്ളത് പഴയ ജനറേഷൻ്റെ അലോയിൽ ഡിസൈനാണ് പിന്നെ എനിക്ക് ഇഷ്ടമായത്. ആൻഡ് ഇൻറ്റീരിയറിലാണെങ്കിൽ പോലും ഒരു ടച്ച് സ്ക്രീനിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് വണ്ടിയുടെ മെയിൻ ഇഷ്യൂ ആയ മൈലേജിലോ ഒരു വ്യത്യാസമല്ല, പവർ ട്രെയിനിലോ അതേപോലെ തന്നെ ഡീസലിൽ അവർ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുവരെ, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും ഒരു മാറ്റമില്ല. 2019 MG ഹെക്ടർ ഇന്ത്യയിൽ റിലീസാകുമ്പോൾ ആ വണ്ടി ഉണ്ടാക്കിയ ഒരു ഫെയിം ഇല്ലെങ്കിൽ ആ വണ്ടി ഉണ്ടാക്കിയ ഒരു പേരുണ്ടായിരുന്നു ഇന്ത്യയിൽ. ചൈനയിൽ നിന്ന് വന്ന് അത്രയും ഫീച്ചറിലോടെ ആക്കിയിട്ട് പല എക്സ്പെൻസീവ് കാർസിലുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു അന്ന് MG അത്രയും ചീപ്പ് റേറ്റിൽ ഇന്ത്യയിൽ റിലീസാക്കിയത്. ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഭയങ്കര ഒരു ഫെയിം ആയിരുന്നു. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് MG ഇപ്പോഴും ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു വാവ് ഫാക്ടർ ഒഴിവാക്കിയിട്ട് വണ്ടി റിലീസ് ചെയ്യുന്നത്? ഇപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇപ്പോഴും വണ്ടി പല രീതിയിൽ അവർക്ക് ഡിസൈൻ മാറ്റിയിട്ടോ ഇല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഫീച്ചേഴ്സിലും വ്യത്യാസം വരുത്തിയിട്ട് എന്തുകൊണ്ട് റിലീസ് ചെയ്തില്ല? Which is very very disappointing for me. And let me know your thoughts in the comment section, and I'll see you on the next one. Until then, bye bye.